സാധാരണ ഒരു ധ്യാൻ ശ്രീനിവാസന്റെ പടം എക്സ്പെക്ട് ചെയ്ത് വന്നവർക്ക് ഇതൊരു വിരുന്നാണ്. കുറച്ച് ലോജിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നിരുന്നാലും കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. പടം ഒരു ത്രില്ലറാണ്. ത്രില്ലിങ് അങ്ങനെ கொஞ்சം സീറ്റ് അടിച്ച് അങ്ങനെ ത്രില്ലിംഗ് ഇല്ല, പക്ഷേ സസ്പെൻസ് ഉണ്ട്, എന്താകും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി പടം നിർത്തി പോകുന്നത്. നല്ല ഡയറക്ഷൻ, നല്ല ഒരു പുതുമയുള്ള ഒരു കഥയാണ്. കണ്ടിരിക്കാനുള്ള പടം. കണ്ടിട്ടാണ് വന്നത്. റൈറ്റർ ഡയറക്ടർ അത് കണ്ടിട്ടാണ് വന്നത്. കുഴപ്പമില്ല, എബോ ആവറേജ് അത്രയാണ്. പടത്തിൽ എടുത്തു പറയാൻ എന്തെങ്കിലും എടുത്തു പറയാൻ എബോ ആവറേജ് അഭിനയമൊക്കെ ഞാൻ അതേപോലെ പോയിട്ടുണ്ട്. ഷാജു കോമഡി വലിയ കോമഡി ഇല്ല, കോമഡി അല്ല, പക്ഷേ ത്രില്ലിംഗ് ആണ്, കാണാം. കണ്ടുകൊണ്ടിരിക്കാം, കുഴപ്പമില്ല. സ്റ്റോറി കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ പോകാം. ഒരു ഫീല് അത്ര നമ്മുടെ മൈൻഡിനെ സ്ട്രൈക്ക് ചെയ്യുന്നൊരു സിനിമയാണെന്ന് പറയാനും കഴിയില്ല. മെസ്സേജുകളൊന്നും പ്രത്യേകിച്ച് ഉണ്ടോ? എൻ്റെ പ്രായം വെച്ച് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. അല്ല, എനിക്ക് സമയം പോകാൻ വേണ്ടി ഞാൻ കയറിയതാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടക്കേടൊന്നുമില്ല, ഷിപ്പൊന്നുമില്ല, സൂപ്പറൊന്നും പറയാനില്ല. ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ പ്രതീക്ഷിക്കുന്ന എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ ഒരു ആശയവും ഒക്കെ ആയിട്ട് അങ്ങനെയൊന്നുമില്ലല്ലോ. ഒരു എൻ്റർടൈൻമെൻറ്റ് അത്രയേ ഉള്ളൂ. അതിനൊരു കഥ, പാട്ടൊന്നും നമ്മളെ ഫീൽ ചെയ്യുന്ന ഒരു പാട്ടേ അല്ല. ഒന്നോ രണ്ടോ പാട്ടുള്ളത് തന്നെ അങ്ങനെയൊന്നും ഇതായിട്ട് തോന്നുന്നില്ല. എന്തോ വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. അത്രയും അങ്ങോട്ട് അവിടെ പ്രേക്ഷകർക്ക് ക്ലിയർ ആയില്ല. പിന്നെ എൻ്റെ പ്രായം